ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ ധാരാളം ആൾക്കാരാണ് ദുരന്ത നിവാരണ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നത്. അവർക്കുള്ള സഹായങ്ങളൊന്നും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള സഹായം തുക പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കൂല്ലേ, നല്ലൊരു തുക തന്നെ അവർക്ക് കൊടുക്കുമായിരിക്കും അവരെ പുനരധിവസിപ്പിക്കുവാനെന്ന്. പക്ഷേ ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ നമുക്ക് കരയണോ ചിരിക്കണോ എന്നുള്ളത് നമുക്ക് തന്നെ സംശയം തോന്നും. അതുപോലെ നമുക്ക് വിഷമം വരുത്തുന്ന, അതുപോലെ നമുക്ക് ദേഷ്യമാണോ സങ്കടമാണോ എല്ലാം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതായത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇപ്പോൾ 142 കോടി 20 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും തുക കിട്ടിയതിൽ നിന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മരിച്ചവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ, ഗുരുതരമായ പരിക്കേറ്റവരെ 40 മുതൽ 60 വരെ ശതമാനം പരിക്കുള്ളവർക്ക്, അതുപോലെ ഗുരുതര പരിക്കുകളൊക്കെ ഉള്ളവർക്ക് 50,000 രൂപയും 60% കൂടുതൽ പരിക്ക് പറ്റിയവർക്ക് 75,000 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശ്വസിക്കാൻ തോന്നുന്നില്ല അല്ലേ? ഈ 50,000 രൂപയും 75,000 രൂപയും ഒക്കെ കൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് 75,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണമെങ്കിൽ രൂപ എത്രയാണ് നമുക്കറിയാം അല്ലേ? നല്ലൊരു അസുഖം വന്നാൽ നമ്മുടെ കിടപ്പാടം പോലും വിറ്റ് ചികിത്സ നടത്തേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെയുള്ള സമയത്താണ് ഈ 50,000 രൂപയും 75,000 രൂപയും ഒക്കെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുക്കുന്നത്. ബാക്കി 4 ലക്ഷം ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് കൊടുക്കുന്നത്. ഈ ദുരന്ത നിവാരണ നിധിയിൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കിട്ടുന്നത് ആകെപ്പാടെ 2 ലക്ഷമാണ് ഇവർക്ക്. അപ്പോൾ കിട്ടിയ ഈ തുക, ഈ 142 കോടി 20 ലക്ഷം രൂപ അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇത്രയും കഷ്ടപ്പാടിലൂടെ, ഇത്രയും ഉടയവരും നഷ്ടപ്പെട്ട ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ട കിടപ്പാടവും കൃഷിയും സ്ഥലവും അവരുടെ സർവ്വസാധനങ്ങളും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്ലാനുകളാണ് നമ്മൾ കേട്ടത്. ഫണ്ട് പിരിക്കാൻ നേരം ഇവർ ഭയങ്കരധികം ഉത്സാഹം കാണിച്ചു, പക്ഷേ ഫണ്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നും. ഇതിനുവേണ്ടി എല്ലാവരും ശരിക്കും ഉള്ള പ്രതികരണം നടത്തണം. കാരണം അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അവർക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനുള്ള ഒരു സന്നദ്ധത ഗവൺമെൻറ് കാണിക്കണം. പാവങ്ങളായ ജനങ്ങളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അവരുടെ കയ്യിൽ ഒരു 5 പൈസ പോലും ഇതുവരെ എത്തിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ അറിവ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനം അവർ അവിടെ നിന്ന് കൊടുക്കുന്നതല്ലാതെ അവരുടെ കയ്യിൽ അവർക്ക് അത്യാവശ്യമായി എന്തെങ്കിലും ഒന്ന് മേടിക്കണമെന്ന് വെച്ചാൽ, ഒരു ചായ കുടിക്കണമെങ്കിലോ ഒന്നിനും ഒരു പൈസ ഇല്ല. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയല്ല. 5 പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഇവർ വാടക വീട് കണ്ടുപിടിച്ച് താമസിക്കണമെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിന് പോകാനും നടക്കാനും ഒക്കെ ചിലവൊക്കെ ഇവരെ എവിടെ നിന്ന് എടുക്കും? അവരുടെ കയ്യിൽ 5 പൈസ ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി ജനങ്ങൾ നന്നായിട്ട് പ്രതികരിക്കുകയും ഗവൺമെൻറ്റിനെതിരെ നല്ല രീതിയിലുള്ള ഒരു ഫോഴ്സ് ചെലുത്തുകയും ചെയ്യണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡിന് കിട്ടിയ പൈസ പല രീതിയിൽ വകമാറ്റി ചെലവഴിച്ചതുപോലെ ഈ പൈസയും മാറ്റിവെച്ചിട്ട് അവരുടെ പാർട്ടി അനുകൂലികൾക്കോ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട ആളുകൾക്കോ വേണ്ടി വകമാറ്റി ചെലവഴിക്കാൻ ഇടവരുത്താതെ, ഇത് എന്തുദ്ദേശത്തിനാണ് ഈ പൈസ പിരിച്ചെടുത്തതോ ആ ഉദ്ദേശം കറക്റ്റായി ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത പൈസയാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത പൈസയാണ്. അതുകൊണ്ട് അത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ചെലവഴിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ധാരാളം ആൾക്കാർ വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ അവർക്ക് പിന്നെ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക. നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ ഉള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ കിട്ടിയിരിക്കുന്ന പൈസ ചിലവാക്കണം. അല്ലാതെ ഈ പൈസയെല്ലാം അവിടെ സൂക്ഷിച്ച് ഫണ്ടിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് അത് വകമാറ്റി ചിലവഴിച്ചെന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വകമാറ്റി ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയും പൈസ പിരിക്കുന്നത്? വകമാറ്റി ചിലവഴിക്കാനല്ലല്ലോ. ഇപ്പം ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പൈസ പിരിച്ചെടുത്തത്. പൈസ പിരിച്ചെടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. എല്ലാവരെയും നിർബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞും ഒക്കെ ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയാണ് ഈ പൈസയെല്ലാം പിരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ അവരുടെ ക്ഷേമത്തിനായിട്ട് ഉപകരിക്കണം. കംപ്ലീറ്റ് പൈസയായി അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. ഇപ്പോൾ അവർക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുക്കുക, വീട് ആൾക്കാർ വെച്ച് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നല്ലൊരു തുക തന്നെ അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ കിട്ടിയ പൈസയെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അവരുടെ പിന്നെ പല അവരുടെ പാർട്ടിയിലുള്ളവർക്കോ അടുപ്പക്കാർക്കോ അവരുടെ ആൾക്കാർക്കോ ഒക്കെ വകമാറ്റി ചിലവഴിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡിൻ്റെ സമയത്ത് പിരിച്ചതും കോവിഡിൻ്റെ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലേ. വകമാറ്റി ചിലവഴിക്കുകയും അത് എന്തിനു വേണ്ടി പൈസ പിരിച്ചോ ആ ഉദ്ദേശത്തിന് വേണ്ടി അത് ചിലവാക്കാതെ വകമാറ്റി ചിലവഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ഇവർ എത്ര കാലം മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ ജനങ്ങൾക്ക് പേടിയാണ്. എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ, ഗവൺമെൻറ്റിനോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസെടുത്ത് ജയിലിലിടുന്ന ഒരു നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇത് നമ്മുടെ രാജ്യം. ജനാധിപത്യം എന്ന് വാക്കിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജനാധിപത്യമാണെങ്കിൽ അവിടെ ജനങ്ങളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നവരാണ് മന്ത്രിമാർ. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളാണ് അവർ. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആണ് ഇവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. തെരഞ്ഞെടുപ്പിന് മാത്രം പ്രചരണമായിട്ട് എല്ലാവരുടെയും വീട്ടുവാതിൽക്കൽ കൂടെ വന്നിട്ട് മന്ത്രിയോ ഒരു സ്ഥാനത്ത് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെയധികം വേദന ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവരൊരു അധികാരത്തിൽ കയറി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ധാർഷ്ട്യമാണല്ലേ. അവരോടൊന്ന് പാവങ്ങൾക്കൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും പറ്റില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിൻ്റെ സമയത്ത് പാവങ്ങളുടെ അടുത്തേക്ക് കെഞ്ചി വരുന്ന ഇവർ. പിന്നെ ഈ പാവപ്പെട്ട ജനങ്ങളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ്. അവർക്ക് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പോലും പറ്റത്തില്ല. ഭൂരിഭാഗം മന്ത്രിമാരും അങ്ങനെയാണ്. ചില 1-2 പേര് ചില എക്സെപ്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുവാനും പരിഹാരം ഉണ്ടാക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ കിട്ടിയ പൈസ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുവാൻ വേണ്ടിയിട്ട് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചിലവാക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം. അതിനുവേണ്ടി ജനങ്ങൾ ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഇതിൽ ഗവൺമെൻറ് ഈ ഫണ്ട് എങ്ങനെ ചിലവഴിക്കുന്നുള്ള സുതാര്യമായിട്ട് ജനങ്ങളെ അത് ബോധിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിക്കുകയും അതിനുവേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. കാരണം ജനങ്ങളെല്ലാവരും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ പറ്റുന്നത്ര മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കാണുന്നവരിലേക്കെങ്കിലും ഈ അവബോധം ഒന്നുണ്ടാകട്ടെ. നമ്മൾ നിസ്സംഗരായിരിക്കാതെ ഇതിനുവേണ്ടി പ്രതികരിക്കുക. നമ്മൾ കൊടുത്ത പൈസ വെറുതെ പാഴായി പോകാതെ അത് ആവശ്യമുള്ള ജനങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.